ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഒരു അടിപൊളി പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് ഡോക്ടർ ഫിസിയോ സൂപ്പർ വോൾട്ടിൻ്റെ മസാജ് ഗണ്ണാണ്. അപ്പം നമ്മുടെ വീട്ടിലെ എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവർക്കും ബോഡി പെയിൻ, മസിൽസിന് വേദന അങ്ങനെ ബുദ്ധിമുട്ടുന്നവരല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഓയിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്ത് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ വെറുതെ കൈകൊണ്ട് തിരുമ്മും, കൂടി വന്ന ഡോക്ടറെ കാണിക്കും. അപ്പോൾ ഇനി ആരും ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട, ഈ ഒരൊറ്റ പ്രോഡക്റ്റ് മേടിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവറോൾ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് കേട്ടോ. പിന്നെ ഇത് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനുള്ളത് ഒരു പവർ ബട്ടൺ ആണ്. ജസ്റ്റ് ആ പവർ ബട്ടൺ മാത്രമാണ് ഇതിനുള്ളൂ കേട്ടോ. അത് വെച്ചിട്ടാണ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്തിടേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഇത് ഡയറക്റ്റ് നമുക്ക് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ബോഡിക്ക് പല പല പോർഷനിലും പല സൈസ് പെയിൻ ആയിരിക്കുമല്ലോ, പല പോർഷനിലും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് മസാജ് ഗൺ ഫിക്സ് ചെയ്യാനായിട്ട്. ഇതിൽ 6 മസാജ് ഹെഡ്സ് ആണുള്ളത്. ബിഗ് ബോൾ ഹെഡ്, സ്മോൾ ബോൾ ഹെഡ്, കോൺ ഷേപ്പ് ഹെഡ്, ഫ്ലാറ്റ് മസാജ് ഹെഡ്, യു ഷേപ്പ് ഹെഡ്, ആർക്ക് ഷേപ്പ് ഹെഡ്. അപ്പോൾ നമുക്ക് ഓരോന്നും നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ബിഗ് ബോൾ ഹെഡ് ഫിക്സ് ചെയ്യാം. ഈസിയാണ് അത് ഫിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഡയറക്റ്റ് അത് കൊണ്ടുപോയി നമുക്ക് പ്ലഗിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ബിഗ് ബോൾ ഹെഡ് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിൽ ബാക്കിൽ ഒരു പവർ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത്. പിന്നെ അധികം സൗണ്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒരു ബോഡിയിൽ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നതിനുള്ള പരിമിതി കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ബോഡിക്ക് പല പല രീതിയിലുള്ള പല ഇൻറ്റൻസിറ്റിയിലായിരിക്കുമല്ലോ പെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് മസാജ് ഗണ്ണിൽ മസാജ് ഹെഡ്സ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ലാർജ് മസിൽസിനൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിനും കാലിനും ഒക്കെ നമുക്കിത് സൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ് ചെയ്തിട്ട് അടുത്തത് എവിടെയാണോ പെയിൻ ഉള്ളതെന്ന് വെച്ചാൽ അടുത്ത ഹെഡ്സ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് സ്മോൾ മസാജ് ഹെഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസിലൊക്കെ ഇപ്പോൾ നെറ്റിയൊക്കെ വേദന എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും വയ്ക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ബോഡിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബിഗ് ബോൾ ഹെഡ് വെച്ചിട്ട് മസാജ് ചെയ്ത് നിങ്ങളെ കാണിച്ചില്ലേ, അപ്പോൾ അത്രയും ഇൻറ്റൻസിറ്റി ഈ സ്മോൾ ബോൾ ഹെഡ് വയ്ക്കുമ്പോൾ ഇല്ല കേട്ടോ. അതാണ് പറയുന്നത്. ഇത് കറക്റ്റ് നമുക്ക് ഓരോ ബോഡിക്ക് അനുസരിച്ചിട്ടാണ് ഗണ്ണിൽ മസാജ് ഹെഡ്സ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മസാജ് ഹെഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കോൺ ഷേപ്പ് മസാജ് ഹെഡാണ് കേട്ടോ. ഇത് ഡീപ്പായിട്ട്, അതായത് നമ്മുടെ മസിൽസിനൊക്കെ ഡീപ്പായിട്ട് മസാജ് വേണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മസാജ് ഹെഡ്സാണിത്. അതായത് നമുക്ക് കാലിനൊക്കെ നല്ല വേദന ഉണ്ടാവില്ലേ നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങനത്തെ പെയിൻ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഹെഡ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബോൺസിൽ കൊണ്ടുവന്ന് വെച്ച് മസാജ് ചെയ്യരുത്. ഓൺലി മസിൽസിൽ മാത്രം, അതായത് പെയിൻ ഉള്ളിടത്ത് മാത്രമാണ് വയ്ക്കാമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വേദന എടുക്കും. പിന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് മസാജ് ഹെഡ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്ലാറ്റ് മസാജ് ഹെഡാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ബോഡിയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജ് ഹെഡാണ്. അത് കണക്ട് ചെയ്തതിന് ശേഷം പവർ ബട്ടൺ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കാണുമ്പോൾ തന്നെ അറിയാലോ അതിൻ്റെ ഫ്രീക്വൻസി എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തപ്പോൾ ജസ്റ്റ് അതൊന്ന് ചാടിപ്പോയതാട്ടോ. അതിന് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാത്തതുകൊണ്ട് പറ്റിയതാണ്. ഞാനത് പിന്നെയും കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മസാജ് ഹെഡിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഈസിലി ഹാൻഡലബിളാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടൊന്ന് നടക്കാമെന്നുള്ളതാണ് കേട്ടോ.
ഇത് ഞാൻ 2 വർഷം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അന്ന് ഇതിനെന്തോ 2000 അടുത്തെങ്ങാണ്ടാണ് റേറ്റ്. പക്ഷേ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷേ ഇതിനോട് സിമിലർ ആയിട്ടുള്ള മറ്റ് ബ്രാൻഡ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നോക്കി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇത് ആർക്ക് ഷേപ്പ് ഹെഡാണ് കേട്ടോ. ഇത് നമ്മുടെ കൈയുടെ ബാക്കിൽ അതുപോലെ ഷോൾഡറിൻ്റെ ബാക്കിലൊക്കെ പെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലോങ് ടൈം യൂസബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളുടെ സഹായം അല്ലാണ്ട് ഇത് യൂസ് ചെയ്ത് നമുക്ക് പെയിനൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ കയ്യിൽ വെച്ച് കാണിക്കുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തന്നതാണ് കേട്ടോ. ഇതാണ് യു ഷേപ്പ് മസാജ് ഹെഡ്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നെക്കിൻ്റെ 2 പോർഷനും അതുപോലെ സ്പൈനിൻ്റെ താഴെ വരെ ഉപയോഗിക്കാം കേട്ടോ. ഇതും കുറച്ച് അധികം ഇൻറ്റൻസിറ്റി കൂടിയ ഒരു മസാജ് ഹെഡാണ് കേട്ടോ. അപ്പോൾ നടുവിനൊക്കെ ഒരു പെയിനൊക്കെ ഉണ്ടെങ്കിൽ ഈ മസാജ് ഹെഡ് യൂസ് ചെയ്ത് നമുക്ക് ആ വേദന അകറ്റാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് മേടിച്ച് വീട്ടിൽ വയ്ക്കട്ടോ. അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ മുതിർന്നവർക്കൊക്കെ ആയാലും ഒരു പെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വയം തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും മസ്റ്റായിട്ട് ഇതെല്ലാവരും ഒരെണ്ണം മേടിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.